ഹലീമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അത് സ്വീകരിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് അവർ എന്തുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു? പ്രത്യേകിച്ച് ഒരു കാരണവും ഉണ്ടായിരുന്നില്ല, വേറെ ആരെയും കിട്ടാത്തതുകൊണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുക. ഒരാളും കിട്ടിയില്ല ഹലീമ എന്ന സ്ത്രീക്ക്. തൻ്റെ വാടകയ്ക്ക് മുല കുടിക്കാൻ വേണ്ടി ലഭിക്കാനായി ഒരാളെയും കിട്ടിയില്ല. അവസാനം തൻ്റെ കൂടെയുള്ള സ്ത്രീകൾക്കൊക്കെ ഓരോരുത്തരും ലഭിച്ചപ്പോൾ ഒന്നുമില്ലാതെ തിരിച്ചു പോകേണ്ടി വരുന്ന നാണക്കേട് ഓർത്തിട്ടാണ് എങ്കിൽ ഈ യതീമായ കുട്ടിയെ ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഹലീമ ഈ കുട്ടിയും എടുത്ത് പോകുന്നത്. അത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹലീമ എന്ന സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായ മുഹമ്മദ് എന്ന കുട്ടിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തത് മുതൽ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, അവർക്കുണ്ടായ ബറക്കത്തുകൾ. തിരിച്ചു പോകുമ്പോൾ ഏറ്റവും പുറകിലായിരുന്ന ഹലീമയുടെ ഒട്ടകം വളരെ ആരോഗ്യത്തോടു കൂടി മുന്നിൽ നടക്കുന്നത് കണ്ട് കൂടെയുള്ള സ്ത്രീകൾ ചോദിച്ചു, എന്താണ് ഹലീമയുടെ ഒട്ടകത്തിന് പറ്റിയത്? എന്താണ് അതിനിപ്പോൾ ഇത്രത്തോളം ആരോഗ്യം? ആ ഒട്ടകം വഹിച്ചുകൊണ്ട് പോയത് ഭാവിയിൽ അള്ളാഹുവിൻ്റെ റിസാലത്ത് ഏറ്റെടുക്കാൻ പ്രാപ്തനായ, അള്ളാഹുവിൻ്റെ നുബുവത്ത് ഏറ്റെടുക്കാനുള്ള ഒരു മഹത്തായ വ്യക്തിത്വത്തെയാണ് എന്ന് അവർക്കറിയില്ലല്ലോ. ആ ഒരു ബറക്കത്ത്, ആ ഒരു കുട്ടിയുടെ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ ആകമാനം പ്രതിഫലിച്ചു എന്ന് കാണാൻ കഴിയും. ഭർത്താവ്, ഹലീമയുടെ ഭർത്താവ് ഒന്നുമില്ലാത്ത വറ്റിയ തൻ്റെ ഒട്ടകത്തിൻ്റെയോ ആടിൻ്റെയോ അകിടിൽ കറക്കാൻ ശ്രമിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടുകൂടി അവിടെ പാല് നിറയുന്നു. തിരിച്ചവർ നാട്ടിലേക്ക് പോകുന്നു. ആളുകൾക്കൊക്കെ ഒരു അത്ഭുതം. ഹലീമയുടെ അവരുടെ കുടുംബത്തിലെ ആടുകൾ മേയാൻ പോകുന്ന സ്ഥലം അവർ രഹസ്യമായി അന്വേഷിക്കാൻ വരെ നോക്കി. എന്തിന്? അവർക്ക് മാത്രം എങ്ങനെ ഇത്ര പാല് ലഭിക്കുന്നു? നമുക്കൊന്നുമില്ലാത്ത വരൾച്ചയായ പ്രദേശത്ത്, വളരെ കുറച്ച് പച്ചപ്പ് മാത്രമുള്ള പ്രദേശത്ത് മേയാൻ വിടുന്ന മൃഗങ്ങളിൽ ഹലീമയുടെ വീട്ടുകാർക്ക് മാത്രം എങ്ങനെ പാല് ലഭിക്കുന്നു? ഹലീമ എന്ന സ്ത്രീക്ക് തന്നെ അവരുടെ മുലയിൽ തന്നെ പാല് വർദ്ധിച്ചു എന്ന് കാണാൻ കഴിയും. അവരുടെ മകന് പോലും കുടിക്കാനില്ലായിരുന്ന പാല് അവസാനം ഈ രണ്ട് കുട്ടികൾക്കും, അവരുടെ മകനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ കുട്ടിക്കും കുടിച്ചിട്ടും ബാക്കി വരുന്ന രൂപത്തിലേക്കൊരു ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അതവർക്ക് ബോധ്യമായി. അങ്ങനെ ഹലീമയുടെ ഭർത്താവ് ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന മനുഷ്യനാണ്. അബ്ദുൽ ഉസ്സയുടെ മകൻ ഹാരിസ് സഅദ് ഗോത്രക്കാരൻ തന്നെയാണ്. അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ബറക്കത്ത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതെന്താണ് നമുക്ക് ഇത്രയധികം? ഈ കുട്ടിയുടെ കാര്യം ഒരു അത്ഭുതം തന്നെ. ഈ കുട്ടി സാധാരണക്കാരനല്ല. ഒരു അസാധാരണത്വം അവരുടെ ജീവിതത്തിൽ അവർക്ക് ദർശിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ അവിടുത്തെ കുട്ടികളോടൊപ്പം, ഹലീമയുടെ മക്കളോടൊപ്പം കളിച്ചു വളർന്ന് 2 വർഷത്തോളം മുല കൊടുത്തു. അവർ 2 വർഷം കഴിഞ്ഞ് തിരിച്ച് ആമിന എന്ന ഉമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഹലീമക്ക് ഈ കുട്ടിയെ തിരിച്ചയക്കാൻ മനസ്സ് വരുന്നില്ല. അവസാനം നിർബന്ധിച്ച് ആമിന എന്ന സ്വന്തം പെറ്റുമ്മയോട് നിർബന്ധിച്ചു, തിരിച്ചു കൊണ്ടുപോയിക്കോട്ടെ, കുറച്ചുകൂടി വളർത്തിക്കോട്ടെ എന്ന് നിർബന്ധിച്ച്, അങ്ങനെ അവർ അനുവാദം തരുന്നതുവരെ കാത്തിരുന്ന് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ച്. അങ്ങനെ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4 വയസ്സ് വരെ ബനു സഅദ് ഗോത്രത്തിൻ്റെ അടുക്കലാണ് താമസിക്കുന്നത്. ഹലീമ എന്ന സ്ത്രീയുടെ മുലകുടിയിലുള്ള പുത്രനായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിക്കുകയാണ്.